ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മളിതുപോലെ പൊട്ടിയ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബക്കറ്റോ മഗ്ഗോ എന്താണെന്നുണ്ടെങ്കിലും അത് നമുക്ക് വെറും ഈ ഒരു ഉപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കത് ഒട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിൽ ചെന്ന് നോക്കാം. അപ്പോൾ നമ്മളവിടെ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പുട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ ഗ്യാസ് പ്രോബ്ലം വരും, നെഞ്ഞ് നീറലൊക്കെ വരാറുണ്ട്. അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ പുട്ടുണ്ടാക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ആ പുട്ടുകുടത്തിൽ നമ്മൾ വെള്ളം ഒഴിക്കുമല്ലോ, അതിൽ നമ്മളിതുപോലെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പുട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് പ്രോബ്ലം ഒന്നും വരില്ല, നെഞ്ഞ് നീറൽ, നെഞ്ഞെരിച്ചൽ അങ്ങനെയുള്ളതൊന്നും സാധാരണഗതിയിൽ നമ്മൾ പുട്ട് കഴിച്ച് കഴിഞ്ഞാൽ വരാറുണ്ടല്ലോ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നമുക്ക് വരികയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഉലുവ ഇട്ടത് കാരണം പുട്ടിന് ആ ഉലുവയുടെ സ്മെല്ലോ ഒന്നും തന്നെ വരില്ല. പിന്നെ ഇതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ്, നമ്മളിതുപോലെ കുക്കറിലൊക്കെ എന്ത് തന്നെയാണ് വേവിക്കുന്നതെങ്കിലും നമ്മൾ ചിലപ്പം അത് വേവിക്കുന്ന സമയത്ത് ആ ഒരു ആവി വരുന്നതിൻ്റെ കൂടുതൽ ഇതിനകത്തുള്ള വെള്ളം എല്ലാം തന്നെ മുകളിലൂടെ ചെറുതായിട്ട് വന്ന് നമ്മുടെ കുക്കറിൻ്റെ ഈ ഉള്ളിലാണെങ്കിലും ഇപ്പോൾ ഈ പരിപ്പ്, ഞാൻ ഇതിൽ പരിപ്പാണ് വേവിക്കാനിട്ടിരിക്കുന്നത്, ഈ കുക്കറിൻ്റെ ഉൾവശത്ത് മുഴുവനായിട്ട് പരിപ്പിൻ്റെ അംശം ഉണ്ടാകും. അതേപോലെ അതിൽ നിന്ന് വിസിൽ വരുന്ന ഭാഗത്തും അതിൻ്റെ ഈ ഒരു പരിപ്പ് വേവിച്ച വെള്ളം എല്ലാം തന്നെ വന്ന് നമ്മൾ കുക്കർ എളുപ്പത്തിൽ വേവിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് പാത്രം കഴുകാനായിട്ട് നമുക്ക് കുറേ സമയം നമുക്ക് എടുക്കാറുണ്ട്. അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ കുക്കറിൽ എന്ത് വേവിക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് വലുപ്പമുള്ള ഒരു സ്പൂൺ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു അല്പം പോലും നമ്മുടെ ഈ ഒരു വിസിൽ വരുന്നതിൻ്റെ കൂടെ അതിൻ്റെ ആവി വെള്ളം ഒന്നും തന്നെ വരില്ല കേട്ടോ. അപ്പോൾ പരിപ്പ് വേവിച്ച വെള്ളമൊന്നും വരില്ല. അതേപോലെ കുക്കറിൻ്റെ ഉൾവശത്തൊന്നും പരിപ്പ് വേവിച്ചതിൻ്റെ അംശവും പരിപ്പൊന്നും തന്നെ ഇങ്ങനെ വെന്തിട്ട് ആ ചുറ്റും വരില്ല. അപ്പോൾ ഇതുപോലൊരു സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മളിതുപോലെ പരിപ്പ് മാത്രമല്ല ധാന്യങ്ങളെല്ലാം തന്നെ നമ്മൾ കൂടുതലായിട്ട് വാങ്ങുന്ന സമയത്ത് നമ്മളിതുപോലെ ഒരു കണ്ടെയ്നറിൽ നമ്മൾ ഇട്ട് വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടെയ്നറിൽ ഇട്ട് വെക്കുമ്പോൾ നാൾ കഴിയുമ്പോൾ 1-2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ അതിനകത്ത് ചെറിയ കറുപ്പ് കളറുള്ള പ്രാണി വരും. പിന്നെ നമ്മുടെ ഈ പരിപ്പെല്ലാം തന്നെ അത് തിന്ന് നാശമാക്കി കളയും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ധാന്യങ്ങൾ വാങ്ങുമ്പോൾ കൂടുതലായിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കവറിനകത്തുള്ള പരിപ്പ് മുഴുവനായി തന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വറ്റൽ മുളക് ഉണ്ടല്ലോ, വറ്റൽ മുളകാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ വറ്റൽ മുളക് ഫുള്ളായി തന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്താലും നമുക്ക് പ്രാണിയും പാറ്റയൊന്നും തന്നെ വരില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ഇതിട്ടിട്ട് ഒരു വറ്റൽ മുളക് ഇട്ടിട്ട് നമ്മൾ വേസ്റ്റ് ആക്കുന്നതിനേക്കാളും ഇതുപോലൊന്നും ഒരു വറ്റൽ മുളകിനെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്തുള്ള ആ ഒരു സീഡ് ഉണ്ടല്ലോ, ആ സീഡ് ഇതുപോലെ കുടഞ്ഞെടുത്ത് അതിൻ്റെ മുകളിൽ ഒരെണ്ണത്തിൻ്റേത് മാത്രം മതിയാവട്ടെ, അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ വറ്റൽ മുളക് നമുക്ക് വേസ്റ്റ് ആകുകയില്ല. ആ സീഡ് മാത്രം നമ്മൾ അതിലേക്ക് ഇടുക. പിന്നെ ആ ബാക്കിയുള്ള അതിൻ്റെ മുകളിലുള്ള ആ ഒരു തോടുണ്ടല്ലോ നമുക്കത് കളയരുത് കേട്ടോ. നമ്മളത് ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കറി വയ്ക്കുന്ന സമയത്ത് താളിപ്പിനായിട്ടൊക്കെ നമ്മൾ വറ്റൽ മുളക് പൊട്ടിച്ചിടാറുണ്ടല്ലോ, അതിന് പകരമായിട്ട് നമ്മൾ അതിന് ഈ ഒരു സീഡ് കളഞ്ഞിട്ടുള്ള ആ ഒരു തോട് വറ്റൽ മുളക് നമുക്ക് അതിലേക്ക് ഇടുക കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ കായപ്പൊടി ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കായപ്പൊടിയുടെ ആ ഒരു സ്മെല്ലും പിന്നെ ഈ ഒരു മുളകിൻ്റെ സീഡൊക്കെ ഉള്ളത് കാരണം നമുക്ക് അതിനകത്ത് ഒരു തരത്തിലും പ്രാണി വരില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്ത് തന്നെ ധാന്യങ്ങൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ അരിയും ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ അരിയൊക്കെ കൂടുതലായിട്ട് വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൊന്നും തന്നെ പാറ്റയും പ്രാണിയും ഒന്നും തന്നെ വരില്ല. നമുക്ക് ആ ഒരു പ്രശ്നം ഫുള്ളായി തന്നെ നമുക്ക് പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ്, ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ മുരിങ്ങയിലയൊക്കെ നമ്മൾ കറി വെക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ മുരിങ്ങയിലയൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെയാണെങ്കിൽ നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ മരത്തിൽ നിന്ന് പറിച്ചിട്ട് ചിലവരൊക്കെ ആ ഒരു മുരിങ്ങനെ ശരിക്കും ആ ഓരോ തണ്ട് നല്ല പോലെ ഒന്ന് കുടഞ്ഞിട്ടൊക്കെ നമ്മൾ അതൊന്ന് അതിൻ്റെ ഇല എടുത്തതിന് ശേഷം നമ്മൾ കറി വെക്കാനൊക്കെ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ മുരിങ്ങേൻ്റെ ഇലയെല്ലാം തന്നെ
ഇതളായിട്ട് നമ്മൾ ഇതുപോലെ എടുത്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ തന്നെ കഴുകിയെടുക്കുക. 2-3 വട്ടം നന്നായി ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ ചിലപ്പോൾ ചെറിയ പ്രാണികളുണ്ടാവും, ചെറിയ രീതിയിൽ പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് കുടഞ്ഞാലും അതൊന്നും പോവാതെ നമ്മളിതുപോലെ കറി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വയറിന് പ്രോബ്ലം വന്നിട്ട് നമുക്ക് ഡിസെൻട്രി ഒക്കെ വരാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ ഇത് എപ്പോഴും നമ്മൾ മുരിങ്ങേൻ്റെ ഇലയൊക്കെ കറി വെക്കുന്ന സമയത്ത് നല്ല പോലെ തന്നെ കഴുകിയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം നമ്മളത് ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല ശരിക്കും പറഞ്ഞാൽ ചായ അരിപ്പ പോലെയുള്ള നമുക്കുള്ള അരിപ്പയൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അതെടുക്കുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ഇടുന്നത്. ഇതുപോലെ നല്ല വലിയ ഹോളുള്ള ഇതുപോലത്തെ നമ്മൾ അരിയൊക്കെ കഴുകി വെക്കുന്ന ഇതുപോലത്തെ വലിയ പാത്രം ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൽ നമ്മൾ നന്നായി ഒന്ന് ഫോഴ്സിൽ നമ്മൾ വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിലും ആ വലിയ ഹോളിൽ കൂടെ അത് പുറത്തേക്ക് പോവുകയും ചെയ്യും. അതിൻ്റെ മുരിങ്ങയുടെ ഇലയൊന്നും തന്നെ പോവുകയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കഴുകിയിട്ട് നന്നായി കഴുകിയതിന് ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു അരിപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് മുരിങ്ങയുടെ ഇല പെട്ടെന്ന് നമുക്ക് ഈ തണ്ടിൽ നിന്ന് എടുക്കാനും സാധിക്കും കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഓരോ ഹോളും നല്ല വലിയ ഹോളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഹോളിലൂടെ നമ്മൾ ഈ മുരിങ്ങയുടെ തണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്ത് നമ്മൾ വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുരിങ്ങയുടെ ഇല പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ മുരിങ്ങയുടെ ഇല എടുക്കുന്നത് തന്നെ നമുക്ക് വലിയൊരു പണിയായിരിക്കും. ആ ഒരു രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്കാണെങ്കിലും മുരിങ്ങയുടെ ഇല പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ അടുത്ത നല്ലൊരു ടിപ്പാണ് കേട്ടോ. അതുപോലെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ വല്ല പാത്രങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ ബാത്റൂമിലൊക്കെ വെക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ്, അതുപോലെ മഗ് ഒക്കെ പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും ഉപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ചെറിയ രീതിയിലൊക്കെ നമുക്ക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വല്ല ഫെവിക്വിക്കൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ശരിയാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു രീതിയിൽ കുറച്ച് നല്ല വലിയ രീതിയിൽ തന്നെ ഹോള് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫെവിക്വിക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഒട്ടിപ്പോവില്ല. നമ്മൾ വെള്ളമൊക്കെ ആക്കുന്ന സമയത്ത് നമുക്കത് അതിൽ കൂടെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇത്രയും വലിയ ഹോളായിട്ട് നമുക്ക് ചില സമയത്തൊക്കെ നമ്മുടെ കൈ തട്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിന് മുകളിലേക്ക് കനമുള്ളത് വീഴുകയൊക്കെ ചെയ്താൽ ഈ ഒരു രീതിയിൽ നമുക്ക് പൊട്ടാറുണ്ട്. കണ്ടില്ലേ, വെള്ളം ഒഴിക്കുമ്പോൾ അത് ഫുള്ളായി തന്നെ നമുക്ക് താഴേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് വെറുതെ വേസ്റ്റാക്കി കളയാതെ നമുക്കത് പെട്ടെന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. എടുക്കുന്നത് കല്ലുപ്പാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതിലത്തെ ഓരോ കല്ലും നമ്മൾ അതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ആ ഹോളിൽ കറക്റ്റായിട്ട് പാകാവുന്ന രീതിയിൽ നമ്മളിതുപോലെ ഒന്ന് കല്ലുപ്പ് വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ കല്ലുപ്പ് വെച്ച് കൊടുത്തിട്ട് പിന്നെ ബാക്കി നമ്മൾ ഈ ഹോൾ എന്നാലും ചെറുതായിട്ടൊക്കെ ഹോളൊക്കെ കാണുന്നുണ്ടാകും. ഈ ഒരു കല്ലുപ്പ് വെച്ച് കഴിഞ്ഞാലും ആ ഭാഗത്ത് നമ്മൾ കുറച്ച് പൊടിയുപ്പുണ്ടല്ലോ, പൊടിയുപ്പ് ചെറുതായിട്ടൊന്നിങ്ങനെ വെതറി കൊടുക്കുക ആ ഒരു ഭാഗത്ത്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ പോകാനായിട്ട് ഹെൽപ്പാക്കും. എന്നിട്ട് അങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളിത് ഒരുപാട് ശരിക്കും പൊങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളത് കറക്റ്റ് നോർമലാക്കിയിട്ടൊന്ന് ശരിയാക്കി കൈകൊണ്ട് തന്നെ കറക്റ്റാക്കി വെക്കുക കേട്ടോ. ഇങ്ങനെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ അത് ലെവൽ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ആ പാത്രം നമ്മൾ പിന്നീട് വെക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് താഴെ അങ്ങനെ ഒരു ചെറിയ രീതിയിൽ അത് കറക്റ്റ് ലെവലായി നിൽക്കാത്ത പോലെ തോന്നും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ കറക്റ്റാക്കി ചെയ്യുക. അതിന് ശേഷം ഞാൻ ഇതുപോലെ ഫെവിഗ്ലൂ എടുക്കുന്നുണ്ട് കേട്ടോ. ഫെവിഗ്ലൂവോ അതേപോലെ ഫെവിക്വിക്കോ ഏതാണെങ്കിലും പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് ഒട്ടുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള ഫെവിക്വിക്കൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലേതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഇത്രയും വലിയ ഹോളുള്ള സ്ഥിതിക്ക് നമ്മൾ ഇത് മാത്രമായിട്ട് നമ്മൾ ആക്കിയാലും ഒരിക്കലും അത് കറക്റ്റ് ലെവലിൽ നമുക്ക് ഒട്ടില്ല. അപ്പോൾ നമ്മളിതുപോലെ ഉപ്പ് ജസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം കല്ലുപ്പും പൊടിയുപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് ഇത് ഫുള്ളായി തന്നെ നമ്മളിതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ആക്കി കൊടുത്തു കഴിഞ്ഞ് ഒരു 2 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്കിത് ഉണങ്ങിക്കിട്ടും. ഉണങ്ങിയതിന് ശേഷം നമുക്ക് സാധാരണഗതിയിൽ ഇതുവരെ എങ്ങനെയാണോ നമ്മൾ യൂസ് ചെയ്ത് അതുപോലെ നമുക്ക് എന്താണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് യൂസ് ചെയ്യാം കേട്ടോ. കറക്റ്റായി തന്നെ നമുക്കിവിടെ ഒട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചാലും ഒന്നും തന്നെ ഒരല്പം പോലും പോവില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ടിപ്പാണ്. നമ്മൾ സാധാരണ ഒട്ടിക്കുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വലിയ ഹോളായിട്ട് നമുക്ക് പൊട്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആകുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല കമൻറ്റ് ഇടാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.